തള്ളേ, മര്യാദയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചോ, വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഭർത്താവിന്റെ ജാരസന്ധതയെ കൊല്ലിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രം, അത് ചെയ്തത് നിങ്ങളാണോ നിങ്ങളുടെ ഗുണ്ടകളാണോ? അങ്ങോട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവരെ വെറുതെ വിട്ടേക്ക്. അവരെ മാത്രമല്ല, നിങ്ങളുടെ ആ പുതിയ മരുമോനെ പൊക്കാൻ പോയിട്ടുണ്ട് പല്ലക്കുമായിട്ട്. മറ്റുള്ള കേസിൽ നിന്ന് തലയൂരിയതുപോലെ ഇതിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. കിട്ടാവുന്ന സകല തെളിവ് ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ചാർജ് ഷീറ്റ് റെഡി. മനുവിനെ നിങ്ങൾ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഗുണ്ടകളെയും കൂട്ടി ബലം പ്രയോഗിച്ച് നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലിട്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേട്ടല്ലോ? ഇനി ഐശ്വര്യമായിട്ട് ഇതിലേക്ക് ഒപ്പിട്ടേ. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതൊരു നടക്ക് പോവില്ല സാറേ. ആ വത്സല വിളിക്കട്ടെ, രണ്ടെണ്ണം താങ്ങിയാലും ശരിയാവുള്ളൂ. വത്സല ഇവരെ കണ്ടാ മുട്ടുകൂട്ടിയിടിക്കും. അതുകൊണ്ട് ഇവരല്ല, ഇവരുടെ അപ്പൂപ്പനെ മെരുക്കുന്ന ഒരു പിടിയെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ജാനകി, ജാനകി, അപ്പൊ തുടങ്ങല്ലേ? ജാനകി കേറി മെയ്യോ ആണല്ലോ. അവരെ രണ്ടെണ്ണത്തിന് ഇടിച്ചു കൊന്നതാ. മന്ത്രിയുടെ ബന്ധു ആയതുകൊണ്ട് രണ്ടും ഹാർട്ട് അറ്റാക്ക് ആക്കി തടിയൂരി. സർ, സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മുറ്റായിരുന്നു സർ. ഭയങ്കര റെസിസ്റ്റിംഗ് പവർ. അതുകൊണ്ടല്ലേ ജാനകി തന്നെ വിളിപ്പിച്ചത്. സർ, ഇത് പുറത്തറിയണ്ട. സാറിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എനിവേ താങ്ക്സ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ഓഫ് കോഴ്സ്. ഓക്കെ. ഒരു 10-20 അടി പൊക്കം, കറുത്ത രൂപം. എൻ്റെ അടുത്ത് പറയുക, നീ പൂത്തിരിയല്ലടാ, കതിലയാണെന്ന്. ഒരു 10-30 അടി പൊക്കം, ഭീകര ജീവി. എന്നോട് ചോദിക്കുക, തമ്പാക്കുണ്ടോന്ന്. ഒരു 20 അടി പൊക്കം, കറുത്ത രൂപം. എൻ്റെ അടുത്ത് പറയുക, നീ പൂത്തിരിയല്ലടാ, കതിലയാണെന്ന്. ഈ ഉച്ച സമയത്തന്നെ ആര് കൊല്ലും? ഒരു 32 അടി പൊക്കം വരും. ആരേലും കണ്ടോ? ഇല്ല. നന്നായി, അതുകൊണ്ടാണ് ഈ വഴി വരാൻ പറഞ്ഞത്. ജാമ്യം കിട്ടാൻ വലിയ പാടായിരുന്നു. അനിയപ്പൻ ചേട്ടൻ വന്ന് കാല് പിടിച്ചോണ്ടാ ഞാൻ. താങ്ക്സ്. നമുക്കിറങ്ങാം. ഓ, ഞങ്ങളെന്നാ പോവാൻ പറ്റേ. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് ഇവളുടെ കാര്യം വലിയ കഷ്ടമാ. ഇന്നലെ വരെ ഇവക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പതേ ഒന്നുമില്ലാതെ റോട്ടിൽ വന്ന് നിൽക്കുക. ചിന്നമ്മ ചേച്ചി ഇല്ല, ചിട്ടിക്കമ്പനി ഇല്ല, കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. എടി വച്ച ഒന്നാലോചിച്ച നിന്റെ ഈ അവസ്ഥ നീ വരുത്തി കൂട്ടിയതാ. മനസ്സിലായില്ല. നിന്നോട് ഞാനൊന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിനക്ക്? ഇനി നീ ഒന്ന് കൂട്ടി വായിച്ചു നോക്കടി.
അന്ന് തുടങ്ങിയതല്ലേ നിനക്ക് കഷ്ടകാലം. സദാശിവൻ നായരുടെ ആത്മഹത്യക്കുറിപ്പ് ഒരു വലിയ പ്രശ്നമാകുന്നു. ചിട്ടിക്കമ്പനി പൊളിയുന്നു. സർവ്വ സ്വത്തുക്കളുടെയും അവകാശിയായ നീ അകത്താവുന്നു. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. മനുവധക്കേസിൽ അകത്ത് കിടക്കുന്ന ഉണ്ണിയാർച്ചയ്ക്ക് പകരം നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഈ കോമരത്തിന്റെ അകത്താക്കാൻ എനിക്ക് പറ്റും. കാണാൻ നിനക്ക് വക്കീലിനോടും പോലീസിനോടും കളിക്കരുത്. കഴിക്കാൻ എന്താ എടുക്കണ്ടേ? ജോയി സാറോ? ഞാൻ മൊയ്തീനാ. എന്നാലേ അന്റെ മൊയ്തീൻ എടുക്കാം. നിങ്ങൾ എന്താ ആളെ മക്കാരാക്കുക? അതിന് നിങ്ങൾ അയാളോട് ചൂടാവണ്ട. എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പലഹാരത്തിന്റെ പേരാ. എന്താ ആളെ കളിയാക്കുക? ഇത് നമ്മുടെ ഉണ്ടംപുരിയല്ലേ ഇത്? അല്ല, സംഗതി ഉണ്ടപ്പൊരിയൊക്കെ തന്നെ. പക്ഷെ ഈ ന്യൂ ജനറേഷൻ അട്രാക്ഷന് വേണ്ടിട്ടേ നമ്മുടെ ശിവേട്ടൻ ഇട്ട പേരാ. കൊള്ളാല്ലേ? അല്ലേ? അല്ല, ഈ കൊച്ചേട്ടൻ തിരൂര് പോയിട്ട് ഇനിയും വന്നില്ലേ? വന്നില്ല. അതിന് മൂപ്പര് മറ്റേ ഭാര്യയുടെ കൂടെയാണെന്നാണല്ലോ കേൾവി, അല്ലേ? എന്തോ ഒരാൾക്കാരെ ചിരിപ്പിച്ച കലാകാരനാ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ട്രാജഡിയായി. വീടില്ല, കുടുംബമില്ല. ഇതിപ്പോ മോളാണെങ്കിൽ അകത്തും. വക്കീല് പേപ്പർ ഹർജി കൊടുത്ത് ഇന്ന് പുറത്തിറക്കുന്ന പറയുന്നത് കേട്ടത്. പേപ്പറിൽ ഹർജി കൊടുത്താ? പേപ്പറിൽ ഹർജി അല്ലടോ, പേപ്പർ ഹർജി. ആ, അതായത് തന്റെ പേരിൽ യാതൊരുവിധ സ്വത്തുവകകളില്ലെന്നും അതിനാൽ ബാധ്യത തീർക്കാൻ തനിക്ക് നിവൃത്തിയില്ലെന്നും കാണിച്ച് കോടതിയിൽ കൊടുക്കുന്ന ഹർജി. ആ, അത് പറ. മാഷേ, നിങ്ങൾ ട്യൂഷൻ കൊടുത്ത പിള്ളേരൊക്കെ പഠിച്ചു വല്ല നിലയിലെത്തിയില്ലേ? നിങ്ങൾ ഒന്നും ആയില്ലല്ലോ എപ്പോഴും. എന്നിട്ട് അണ്ടിക്കഞ്ഞ് വർത്താനം. ശിവേട്ട, അങ്ങനെ പറയരുത്. ഈ തുമ്പ എന്ന് എത്ര റോക്കറ്റുകൾ മോളിൽ പോയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇന്നേ വരെ ഈ തുമ്പ മോളിലേക്ക് പോയിട്ടുണ്ടോ? ഒരു മൊയ്തീൻ കൂടി. മൊയ്തീൻ തീർന്നേ, പുലിപ്പൊരി കിടക്കാം. പുലിമുരുകനോ? പയമ്പൊരി. നാളെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ. അവർക്ക് ജാമ്യം കിട്ടിയ അതിന്റെ സർവീസ് തന്നെ ഒരു ബ്ലാക്ക് മാർക്കായി മാറും. അച്ഛൻ പ്രാർത്ഥിക്കണം. പാപികളോട് ക്ഷമിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കഴുമരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല. അതല്ലച്ചോ, അച്ഛനറിയാലോ, എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായത്. പറഞ്ഞു കേട്ടിടത്തോളം അവർ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലച്ചോ, തെളിവുകളെല്ലാം അവർക്കെതിരാണ്. അവരുടെ ക്യാരക്ടർ വെച്ച് ഇത് അവർ തന്നെ ചെയ്തതാണ്. ശരി ശരി, നിനക്ക് അവരോടുള്ള വൈരാഗ്യം അവരെ തളയ്ക്കാനുള്ള ഒരു മുൻവിധിയാകരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ലച്ചോ. നമ്മുടെ നിയമം തെളിവുകളെ ആശ്രയിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ നമ്മൾ കുറ്റക്കാരായി തീരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവസാനം കരയാനിടവരരുത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മത്തായി, മോന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല അച്ചോ. അതെന്താ? പെണ്ണിന് മാനയൊക്കെ 2 വയസ്സ് മൂപ്പ. അപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് നടത്തിയ പോരെ? അത് ഞാൻ ആലോചിച്ചില്ലല്ലോ. ശരിയാന്നല്ലോ. ഇങ്ങനെ കുറെ എണ്ണം ക്രിസ്ത്യാനികളിലുണ്ട്. ഇപ്പൊ എന്തു മനസ്സിലായി? എടാ, അവൻ ഒറ്റ ബുദ്ധിയാ. പക്ഷേ അറിവും വിദ്യാഭ്യാസവും ഉള്ള നീ ഒരിക്കലും മത്തായിയെ പോലെ ഒറ്റ ബുദ്ധി ആവരുത്. ഈശോയെ, ഞാൻ പോട്ടെ. ഇനിയും വൈകിയാൽ ആ കുശിനിക്കാരൻ ജോൺ കർത്താവിനെ വരെ അടിച്ചുകൊണ്ടുപോകും. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് താങ്കൾ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ താങ്കൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുവാനും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുവാനും ഈ കോടതി ഉത്തരവാകുന്നു. നഷ്ടപരിഹാര തുക അടയ്ക്കാത്ത പക്ഷം 4 വർഷം കൂടി സാധാരണ തടവിനും ഈ കോടതി വിധിച്ചിരിക്കുന്നു. ജയിലിലിരുന്ന് ഓർക്കാൻ സന്തോഷം പകരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് പോവാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു പോലീസുകാരൻ വാസുപിള്ളെ? ആളുകൾ നോക്കി നിൽക്കേ ഒരു പെണ്ണിന്റെ കൈയും തല്ലി മേടിച്ച ദുഃഖത്തിൽ മനനൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു പാവം പോലീസുകാരൻ.
ആ അച്ഛൻ്റെ മകനാണ് ഞാൻ. 20 വർഷത്തോളം എന്നെ ഒരു ഓർഫനേജ് ഇരിട്ടറിലേക്ക് തള്ളിവിട്ടതിന് ഈ ശിക്ഷ പോരാ നിങ്ങൾക്ക്. എന്റെ അച്ഛന്റെ വേർപാടിൽ ഞാൻ പൊഴിച്ച കണ്ണീരിലെടുത്ത ശബ്ദമാണ് എന്നെ യൂണിഫോമിൽ എത്തിച്ചത്. അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ ഇങ്ങനെയൊരു നിമിഷം. ഇപ്പൊ എനിക്ക് സന്തോഷമായി. അധികം മെനക്കെടുത്താതെ നിങ്ങളായിട്ട് തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാണാം. നമസ്കാരം സാറേ. എന്താടോ? ഒരു നിവേദനമുണ്ട്. പല രീതിയിലും ഉണ്ണിയാർച്ചയുടെ നല്ല മനസ്സുകൊണ്ട് ജീവിതം പച്ചപിടിപ്പിച്ച കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഉണ്ണിയാർച്ച ദൈവത്തെ പോലെയാണ് സാറേ. അതിന് അവരാരെയും കൊന്നിട്ടൊന്നുമില്ല സാറേ. മനുവധ കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി ഉണ്ണിയാർച്ചയെ വിട്ടയക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേസ് കോടതിയിലല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് ശരിക്കൊന്ന് അന്വേഷിച്ച സത്യം പുറത്തു വരും. അതെ, ഇതേപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത പല നേതാക്കന്മാരും പ്രതികളായ ചരിത്രമുണ്ട്. അത് കിടക്കണം. വേണ്ട സാറേ, വിട്ടോ 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 വിട്ടോ. എന്റെ അച്ഛൻ്റെ ആത്മാവിന് സന്തോഷമായി കാണുമല്ലേ? അച്ഛൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രുവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ദിവസം അല്ലേ? ഞാൻ വിജയിച്ച ദിവസം. വാ, വണ്ടി എടുക്ക്. അനാഥാലയത്തിന് പണ്ടത്തെ പോലെ ആരും ഒന്നും തരുന്നില്ല. നല്ല മനസ്സുകളുടെ കാരുണ്യം കൊണ്ട് എൻ്റെ കുട്ടികൾ പട്ടിണി കിടക്കാതെ പോകുന്നു. അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ 1 or 2 കുട്ടികളെ സ്പോൺസർ ചെയ്താൽ മതി. നിനക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാള്. നീ അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമായിരുന്നു. നീ ഇത്ര നാള് നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. നീ കഴിച്ച ഭക്ഷണവും നീ പഠിച്ച പുസ്തകങ്ങളും എന്തിന്, നീ ഇടുന്ന പോലീസ് യൂണിഫോം വരെ അവരുടെ ദാനമാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? അവസാനം കരയേണ്ടി വരുന്നു. നിനക്കറിയോ, ട്രാൻസ്ഫർ വാങ്ങി ആദ്യമായി നീ എൻ്റെ മുമ്പിൽ വന്ന ദിവസം നിന്നെ ആ വേഷത്തിലൊന്ന് കാണാൻ കൊതിച്ച് അവരും ഉണ്ടായിരുന്നു അവിടെ. നീ കരുതുന്നത് പോലെ മഹാദുഷ്ടയല്ല അവർ. മനസ്സറിഞ്ഞ് ഒരു ദ്രോഹവും നിന്നോട് ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ അച്ഛനെ തല്ലിയത് അത് വാസുപിള്ള ഇരുന്നു വാങ്ങിയതാ. അയാളുടെ അടിയും തൊഴിയും കൊണ്ട് നിത്യരോഗിയായിട്ടാ നിന്റെ അമ്മ മരിച്ചത്. അന്ന് നിനക്ക് 7 വയസ്സാ. ശവമടക്കിന് കാശില്ലാതിരുന്ന സമയത്ത് സഹായിച്ചത് നീ ജയിലിലടപ്പിച്ച ആ സ്ത്രീയാ. കാര്യം പോലീസാണെങ്കിലും എല്ലാ ദുർഗുണങ്ങളുടെയും പര്യായമായിരുന്നു നിന്റെ അച്ഛൻ. അവസാനം നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ? പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി. എനിക്കിപ്പോൾ ഈ മുറി ഒരു ശീലമായി. നിന്റെ നല്ല പ്രായം അനാഥ മന്ദിരത്തിലാക്കിയതിന് ദൈവം നൽകിയ തിരിച്ചടി. ഇല്ലമ്മേ, ഞാൻ സമ്മതിക്കില്ല. ഈ തടവറയെന്ന് അമ്മ ഞാൻ പുറത്തിറക്കും. എല്ലാവരുടെയും ചിന്നമ്മയായിരുന്നു ഞാൻ. പിന്നെ ആർച്ചയായി, ഉണ്ണിയാർച്ച. പിന്നെ വർഷങ്ങളോളം ഞാൻ കാത്തിരുന്ന ആ വിളി മോൻ്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ. അമ്മ എന്ന ആ വിളി സന്തോഷമായി മോനെ, മനസ്സ് നിറഞ്ഞു. ചിട്ടിന്ന് അങ്ങേര് ലോൺ എടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല അങ്ങേര് മരിച്ചത്. എന്റെ കെട്ടിയൻ മഹാപിഴയായിരുന്നു സാറേ. കോഴിക്കട നടത്തി മുടിഞ്ഞത്.
കള്ളുകുടി, ചീട്ടുകളി എന്ന് വേണ്ട സർവ്വ ചുറ്റിക്കളി അങ്ങേർക്കുണ്ടായിരുന്നു. അങ്ങേര് ചത്തേ പിന്നെ കോഴിക്കട തുടങ്ങാൻ ആ ഉണ്ണിയാർച്ച സഹായിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടത്. കെട്ടിയോന്മാരുടെ ചീട്ടുകളി നിർത്താൻ ഞങ്ങൾ കുറേ പെണ്ണുങ്ങൾ ഉണ്ണിയാർച്ചേനെ പോയി കണ്ടു. ഞാനിത് പൂട്ടിയാലും നിങ്ങളുടെ കെട്ടിയോന്മാര് വേറെ പോയി കളിക്കുമെന്നും പറഞ്ഞ് അവിടെ പിരിയുന്ന കാശിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് വീതിച്ച് തരികയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കഷ്ടമായി പോയി സാറേ. സാറെന്ന് അവരെ തല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ കൈവെക്കാതിരുന്നത് പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ 2 പെൺമക്കളും പഠിക്കുന്നതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് അവരാ. ഉണ്ണിയാസെ പ്രതിയാക്കാൻ സാർ അല്പം തിടുക്കം കാട്ടിയെന്ന് എനിക്ക് അന്നേ ഡൗട്ട് അടിച്ചതാ. അതുകൊണ്ട് തന്നെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയി. യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാ. വാതിൽ പുറത്തു നിന്ന് പൂട്ടിയ മുറിയിലാണല്ലോ ക്രൈം നടന്നത്. താക്കോൽ അവരുടെ കയ്യിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചു. അത്രേ ഉള്ളൂ. അത് നോക്കി വാ. എല്ലായിടത്തും ഒന്നും കൂടി സെർച്ച് ചെയ്യണം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ഇതിങ്ങടുത്ത് കൊല്ലപ്പെട്ട മനു ഉപയോഗിച്ചതാവും, അല്ലെങ്കിൽ കൊലയാളിയുടെ. ഏതായാലും ടെസ്റ്റിന് അയച്ച് കൺഫേം ചെയ്യണം. സ്റ്റേഷൻ റെക്കോർഡ്സിലുള്ള സകല ഫിംഗർ പ്രിന്റ്സും അയച്ചോളൂ. പൂട്ടിയിട്ടിരിക്കുമ്പോ ഇതിനുള്ളിൽ കയറാൻ ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയും താഴെ നിന്ന് അവിടെ കയറി പറ്റണമെങ്കിൽ ഒരു ലാഡർ ഉപയോഗിക്കേണ്ടി വരും. ഈ പരിസരത്ത് അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടുമില്ല. അല്ല സാർ, ഐ വിറ്റ്നസ് ആരുമില്ലേ? ഈ കെട്ടിടത്തിൽ രാത്രി ഒരുത്തൻ കിടന്നുറങ്ങാൻ പതിവുണ്ടായിരുന്നു. ആരാണ്? പൂത്തിരി എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ എന്തോ കണ്ട് പേടിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ്. ചില കേസുകളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ പ്രതികൾ ഇങ്ങനെ മനഃപൂർവ്വം ബിഹേവ് ചെയ്യാറുണ്ട്. പൂത്തിരി എവിടെയുണ്ടെങ്കിലും അവനെ ഉടനെ പൊക്കണം. അയ്യോ എന്നെ കൊല്ലല്ലേ! അയ്യോ അയ്യോ 10-20 അടി പൊക്കേ ഉള്ളേ! അയ്യോ 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 അമ്മ! എങ്ങോട്ട് പോട്ടെ? അയ്യോ ഇവിടെ വിളിക്കാം, ഇവിടെ വിളിക്കാം. ഒരു 10-60 അടി പൊക്കം, കറുത്ത രൂപം. എന്നെ കൊല്ലാമെന്നതാ. എന്നിട്ട് എന്റെ അടുത്ത് പറയുക നീ ഗന്ധർവനാണെന്ന്. ആണോ സാറേ? ആണോടാ പട്ടി? ഞാനല്ല, നിന്റെ തന്ത. നിർത്തണോ? തല്ലാൻ ഞാൻ പറഞ്ഞു. സാറേ എന്നെ തല്ലല്ലെന്ന് പറ സാറേ. ഞാൻ സത്യം പറയാം സാറേ. അങ്ങോട്ട് മാറിക്ക, ഞാൻ ചോദിച്ചോളാം. വാ പറ, എന്താ ഉണ്ടായത്? സാറേ
ഒരു 100 അടി പൊക്കം, കൊന്നത്തെങ്ങിന്റെ വലിപ്പം. എന്നെ കൊണ്ടുപോകാൻ വന്നതാ. പോത്തും കാലിൽ കാലനാ സാറേ, കാലൻ. ഈയിടെ പിടിച്ച് വല്ല ഭ്രാന്താശുപത്രി ലയിപ്പിക്കണോ? സാർ, ഫിംഗർ പ്രിന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഹലോ. ആ, ഓക്കെ.